നമ്മുടെ നാസർ മുതലാളിയില്ലേ, ഇസ്മി മോട്ടേഴ്സിന്റെ ഉടമസ്ഥൻ, അങ്ങേരി കട ചോദിക്കുന്നുണ്ട്. സ്വർണ്ണക്കടയോ മറ്റോ തുടങ്ങാനാ. കട അങ്ങേർക്ക് കൊടുത്താ എന്റെ കാശ് എനിക്ക് തിരികെ കിട്ടും. സ്വർണ്ണക്കടയോ മറ്റോ തുടങ്ങാനാ. കട അങ്ങേർക്ക് കൊടുത്താ എന്റെ കാശ് എനിക്ക് തിരികെ കിട്ടും. ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നിങ്ങളോട് പറയണമല്ലോ, അതിനും കൂടിയാ ഞാൻ വന്നത്. എന്താ മുതലാളി ഇത്? നമ്മുടെ അവസ്ഥ മുതലാളിക്ക് നല്ലതുപോലെ അറിയാലോ. പെട്ടെന്നൊന്നും ഇത്രയും പണം ഉണ്ടാക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല മുതലാളി. സരോജ, നീ ഒന്നും മിണ്ടാതിരി. എന്നോട് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സരോജം. എടോ സുദർശന, ഇനി എന്റെ കളി നിന്റെ കട വെച്ച. ഞാനങ്ങ് നാട്ടിൽ നിന്ന് പെട്രോൾ അടിച്ച് ഇവിടെ വന്ന് കിടക്കുന്നതേ വെറുതെ അല്ല. ഒരേ ഒരു ലക്ഷ്യം മനസ്സിൽ കണ്ടിട്ട. ആ ലക്ഷ്യത്തിന് ശ്രീലക്ഷ്മി എന്റെ മരുമകളാക്കണം. ആക്കും ഞാൻ ഉടൻ തന്നെ. അടുപ്പിക്കായിരുന്നു, ഒരിക്കലും അകലാനാവാത്ത അടുപ്പം. ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു ശ്രീ. നമ്മൾ ആകാശത്ത് സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഇഷ്ടപ്പെടുന്നില്ലേ? ആരും അതിന്റെ പ്രായം അന്വേഷിച്ചിട്ടല്ലോ ഇഷ്ടപ്പെടുന്നത്. ഇതും അതുപോലെയാ. ഇഷ്ടത്തിന് പ്രായമില്ല, ഇഷ്ടത്തിന് ഇഷ്ടം മാത്രമേ ഉള്ളൂ. ആലോചിച്ചൊരു മറുപടി പറഞ്ഞാൽ മതി. ഞാൻ ആ കട വിൽക്കണോ അതോ നിങ്ങൾ തരാനുള്ള കാശ് എനിക്ക് തന്ന് എന്നെ ഒഴിവാക്കുന്നു? ഉടൻ മറുപടി കിട്ടണം. ശ്രീടച്ച, ഇനി നമ്മൾ എന്ത് ചെയ്യും? എന്തായി ആലോചിക്കുന്നത്? കഴിക്കാറായ കഴുകി നോക്ക്. പിന്നെ ഞാൻ ചോദിച്ച നിങ്ങൾ കേട്ടില്ലേ? ആദ്യം അതിനുത്തരം പറ. ആ, വരുന്നത് വരട്ടെ. അല്ല, എത്ര കാശാ ഇപ്പൊ അയാൾ ആവശ്യപ്പെടുന്നത്? നിങ്ങളുടെ നല്ല മനസ്സിന് നന്ദി. പക്ഷേ ഇപ്പൊ നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല. ആവശ്യം വരുമ്പോൾ അറിയിക്കാം. എന്താ അതുപോലെ? എന്താ ശ്രീടച്ച ഇത്? അദ്ദേഹം സഹായിക്കാന്ന് പറയുമ്പോ ഇങ്ങനെ കുത്തുവാക്കൾ പറയുന്ന എന്തിനാ? സരോജം, നീ ഇതിലിടപെടണ്ട. നിങ്ങൾക്ക് പോകാം. വന്നതിലും ചോദിച്ചതിലും പറഞ്ഞതിലും വലിയ സന്തോഷം. ആ ശരി, അപ്പം ഞാനങ്ങോട്ട്. അല്ല, ആവശ്യം വരുമ്പോ പറഞ്ഞാ മതി. ഞാൻ അപ്പുറത്ത് തന്നെ ഉണ്ട്. ആ കണക്ക് നോക്കേണ്ട തന്നെയാണല്ലോ. കഴിഞ്ഞ മാസം 4 കപ്പലും 2 എയ്റോപ്ലെയിനും വാങ്ങിച്ചിട്ടുണ്ടല്ലോ. ആ, അപ്പൊ
കണക്ക് നോക്കിയേ പറ്റൂ. ആ നോക്ക് നോക്ക്. താങ്ക് യു സർ. ഇറ്റ്സ് ഓക്കെ, വരൂ. ഇനി ഞാൻ മടങ്ങാം. പോയിട്ട് ചില കാര്യങ്ങളുണ്ട്. ഓക്കെ സർ. ഞാൻ തന്ന സ്ലാം ബുക്കിന്റെ കാര്യം സാറ് മറക്കരുതേ. ഓ ഇല്ല, ഞാൻ എഴുതരാം. അപ്പോ താൻ പോയിക്കോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സർ. എന്താ സരോജ ആലോചിക്കുന്നത്? ഇനിയും കൊനിഷ്ഠ വല്ലതും കണ്ടുപിടിക്കാനാണോ? ഒന്നുമില്ല. നിങ്ങൾ ഈ പെട്ടി എടുത്തെടുത്ത് തിരിച്ചു വെച്ചേ, സ്ഥലം മെനക്കെടുത്താതെ. രവിവർമ്മൻ സാറിനോട് എനിക്ക് സംസാരിക്കണം. സാറ് പറഞ്ഞ ശ്രീലക്ഷ്മി കേൾക്കും, കല്യാണക്കാരി ഉൾപ്പെടെ. പോയില്ലേ? അതേ ചോദ്യം അങ്ങോട്ട് ചോദിക്കാനാണ് ഞാൻ വന്നത്. എന്താ ഇതുവരെ പോയില്ലേ? അതേ ചോദ്യം അങ്ങോട്ട് ചോദിക്കാനാണ് ഞാൻ വന്നത്. നേരത്തെ വീട്ടിൽ പോകുന്നു പറഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ തന്നെ ഇരിക്കുന്ന എന്താ? കുറച്ച് മെയിൽസ് നോക്കാനുണ്ട്. വർക്ക് റിപ്പോർട്ട്. ഓ, വർക്ക് റിപ്പോർട്ട്. ആ അതെ. എന്താ മനസ്സിലാകാത്ത പോലെ? ഓക്കെ ഓക്കെ, മനസ്സിലായി. എങ്കിൽ പിന്നെന്താ, പോയിക്കൂടെ? ഞാൻ അറിയാത്ത എന്തെങ്കിലും പുതിയ ബിസിനസ് നീ സ്റ്റാർട്ട് ചെയ്തോ? അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക. നീ ഒരു കാര്യം ചെയ്യ്, പുറത്തേക്ക്. ഞാൻ ഇതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് വരാം, പ്ലീസ്. ശരി സാർ.
എന്താടി ഇത്ര വലിയ ആലോചന? ഒന്നുമില്ല. രവിവർമ്മൻ സാറ് സ്ലാം ബുക്ക് എഴുതി തരുമല്ലോ എന്ന് ആലോചിക്കായിരുന്നു. അത് തരണമല്ലോ. നിനക്കെന്താ ഇത്ര സംശയം? സംശയമൊന്നുമില്ല. അതിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും അദ്ദേഹം ഉത്തരം നൽകിയ അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് എല്ലാം അറിയാൻ കഴിയും. അല്ല കൃഷ്ണൻ? ഇത് അദ്ദേഹത്തിന്റെ ആ ഫേമസ് ഡയലോഗ് ആണല്ലോ. എന്താന്നറിയില്ല കൃഷ്ണൻ, ഇതുപോലുള്ള സമയങ്ങളിലൊക്കെ മനസ്സിങ്ങനെയൊക്കെ ചിന്തിക്കും തോന്നുന്നു. ഇതുപോലത്തെ സമയം, മനസ്സ്, ചിന്ത, നിനക്കിതെന്താ പറ്റിയ ശ്രീ? അറിയോ? ഓക്കേ, ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ എത്രയോ പ്രാവശ്യം യാത്ര ചെയ്തു. പക്ഷേ ഇന്ന് അദ്ദേഹത്തിന്റെ കൂടെ വന്നപ്പോ വളരെ സന്തോഷം തോന്നി. ഒരു ഫുൾ സെക്യൂരിറ്റി കിട്ടിയ പോലെ. ഇനി എന്നും അദ്ദേഹത്തിന്റെ കൂടെ സന്തോഷത്തോടെ ഇരിക്കണമെന്ന പോലെ. ഐ ഡോണ്ട് നോ, ബട്ട് ഐ ആം സോ ഹാപ്പി. ഹാപ്പി ഇൻ എവറി സെൻസ്. ശ്രീ, ഇതിന്റെയൊക്കെ അർത്ഥം എന്താണെന്നറിയോ നിനക്ക്? മോളെ, നീ എന്തിനാ കരയുന്നേ? ഇത് ഏത് കടയിലും സർവ്വസാധാരണല്ലേ. ദേ, നീ ഇങ്ങനെ കരഞ്ഞ അച്ഛന് സങ്കടം വരൂലേ? മോക്കറിയോ, കസ്റ്റമേഴ്സ് ദൈവത്തിന് തുല്യ. അവരാവശ്യപ്പെടുന്നത് നമ്മൾ ചെയ്തു കൊടുക്കണം, അല്ലെങ്കിൽ അവര് വേറെ കടയിൽ പോകും. ഏതായാലും അത് കഴിഞ്ഞു. മോള് കണ്ണീര് തുടങ്ങി. കരയില്ലേ? അദ്ദേഹത്തിന്റെ വയസ്സെത്രയാണെന്ന് നിനക്കറിയാമോ? നീ എന്താ അതിനെക്കുറിച്ച് മാത്രം ആലോചിക്കാത്തത്? അദ്ദേഹം നിന്നേക്കാളും 25 വയസ്സിന് മൂത്തതാണ്. അതിനെന്താ, അത്ര ഇരുന്നോട്ടെ. ഇരുന്നോട്ടേന്നോ? നിനക്കെന്താടി ഭ്രാന്തായോ? വയസ്സിനെ കുറിച്ച് ഇവിടെ ആരും ആലോചിക്കുന്നേ? ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. അദ്ദേഹം നിന്നേക്കാളും 25 വയസ്സിന് മൂത്തതാണ്.
അതിനെന്താ, അത്ര ഇരുന്നോട്ടെ. ഇരുന്നോട്ടേന്നോ? നിനക്കെന്താടി ഭ്രാന്തായോ? വയസ്സിനെ കുറിച്ച് ഇവിടെ ആരും ആലോചിക്കുന്നേ? ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. ഞാൻ ചിന്തിക്കുന്നത് അദ്ദേഹത്തിന്റെ ഫേവറേറ്റ് ഫുഡ് എന്തായിരിക്കും. ഇല്ലയോ? എന്താ, അതല്ലേ അത്യാവശ്യമായിട്ട് നിനക്ക് അറിയേണ്ടത്? ടെൽ മീ ദ ട്രൂത്ത്. അറിയില്ല. ഏതായാലും സ്ലാം ബുക്കിൽ മാരിറ്റൽ സ്റ്റാറ്റസ് എന്നൊരു കോളം ഉണ്ട്. അദ്ദേഹം അതിൽ എന്തെഴുതുന്നു എന്ന് നോക്കണം. അപ്പോഴേ അറിയാൻ പറ്റൂ അദ്ദേഹത്തിന്റെ കല്യാണം കഴിഞ്ഞതാണോ ഇല്ലയോ എന്ന്. അതിന്റെ ഉത്തരം എന്തായിരിക്കും? ആ രാജാറാം, റെഡിയല്ലേ? നമുക്കിറങ്ങാം. ഒന്ന് മറിക്കല്ലേ? പായസത്തിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒരുപാടങ്ങ് വാരിയിടാൻ. ഇതൊക്കെ പായസം ഉണ്ടാക്കുമ്പോ എടുത്ത് അടുപ്പിന്റെ അരികത്ത് വെക്കും. പായസം വെന്ത് കഴിയുമ്പോ ഇതിനെയൊക്കെ എടുത്ത് വീണ്ടും അതുപോലെ തിരികെ ഷെൽഫിൽ വെക്കും. എന്നാലേ മുതലാവും. നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തോണ്ടാ. വളരെ സന്തോഷം. എനിക്ക് എന്റെ ചോറുപാത്രം തന്ന് അനുഗ്രഹിച്ചാൽ ജോലിക്ക് പോകാമായിരുന്നു. ചോറ്റുപാത്രം പെട്ടെന്ന് സ്ഥലം വിട്ടോ. ഇനി ഇവിടെ നിന്നാലേ അമ്മയുടെ അടുത്ത മഹത്വചനങ്ങൾ കേൾക്കേണ്ടി വരും നമുക്ക്. സരോജം, ബൈ ബൈ. ഇതിരിയൊക്കെ മനഃപൂർവ്വം കുറച്ചിട്ടതാണെന്ന്. അങ്ങനെ ഇട്ടാലല്ലേ രണ്ടറ്റം കൂട്ടുമുട്ടിക്കാൻ പറ്റൂ. രാവിലെ ഇറങ്ങിപ്പോയി രാത്രി കേറി വരുന്നവർക്ക് അറിയണ്ടല്ലോ എങ്ങനെയാ ഓരോ പെണ്ണുങ്ങളും കുടുംബം നടത്തുന്നതെന്ന്. കഷ്ടം തന്നെ. അമ്മ, ഞാനും പോവാണേ. അയ്യോ, സമയം പോയി. ദൈവങ്ങളെ, മനസ്സിൽ ചില കണക്കുകൂട്ടലുണ്ട്. അത് തെറ്റിക്കാതെ സഹായിക്കണേ. ശ്രീലക്ഷ്മി, നിക്ക്, ഞാനും വരുന്നു.
എന്താ പോകുന്നതിന് മുമ്പ് പതിവില്ലാത്തൊരു പ്രാർത്ഥന? ഇതിലെ ഒരു കല്യാണം കഴിപ്പിക്കൂ. ഇതെന്റെ നിശ്ചയ. അതിന് സുദർശനൻ ചേട്ടൻ സമ്മതിച്ചില്ലെങ്കിലോ? സമ്മതിക്കും, സമ്മതിപ്പിക്കും ഞാൻ. അതിനാദ്യം വേണ്ടത് അച്ഛന്റെ സമ്മതമല്ല, മകളുടെ സമ്മത. മകള് സമ്മതിക്കണമെങ്കിൽ അവള് മനസ്സ് നിറഞ്ഞ് ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരാള് പറയണം. അയാള് പറയും, പറയിപ്പിക്കും ഞാൻ. അതിനു വേണ്ട ചില പൊടിക്കൈകളൊക്കെ ഞാൻ വീട്ടിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്നും പറയാനാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. എന്ത് പൊടിക്കൈ? അത് സീക്രട്ടാ, പിന്നെ പറയാം. നിങ്ങൾ പെണ്ണിനൊരു താലി പണിയിക്കാൻ കൊടുത്തോ, ഉടനെ നമുക്കിത് നടത്തിയേ. ഈ ക്ലോസ് ആണ് നമ്മുടെ ആർക്കിംഗ് പോയിന്റ്. ഓക്കെ, മോഹൻ ഇതി പിടിച്ച് കയറിയാൽ മതി. ഓക്കെ സർ, എനിക്കും അതാണ് നല്ലതെന്ന് തോന്നി. ഓക്കെ, then carry on. ജോൺ, വക്കീലിനോട് എന്നെ ഒന്ന് കാണാൻ പറയും. സർ. സ്പീച്ച് കേൾക്കാം. ഓക്കെ സർ, ഞാൻ അറിയിക്കാം. ഓക്കെ സാൻഡ്ര, സർ, ഇന്നത്തെ നമ്മുടെ ഡിന്നർ അജണ്ട എന്താ? വെൽ, നമ്മുടെ ഫ്യൂച്ചർ ചലഞ്ചസ്, പ്ലാനിംഗ്, പ്രോഗ്രസ്, ഇതൊക്കെയാണ് സർ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഗുഡ്. നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ, രാജാറാമില്ലല്ലോ? അറിയില്ല സർ, ഞാൻ നമുക്ക് രണ്ടുപേർക്കുള്ള സീറ്റ്സ് മാത്രമേ റിസർവ് ചെയ്തിട്ടുള്ളൂ. എന്താ അത് പോരെ? മതി, ആസ് യു വിഷ്. ഇന്ന് ഡിന്നർ നമുക്ക് അടിച്ചു പൊളിക്കണം. അല്ല, എന്റെ ഫേവറേറ്റ് ഡിഷെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? എവറിത്തിങ് റെഡിയാണ് സർ, സർ വന്നാ മാത്രം മതി. ഇന്ന് ഞാനാണ് സാറിന് വിളമ്പി തരുന്നത്. ഓ, ഓക്കെ. ആണെങ്കിലും പെർമിഷൻ വേണം ചേച്ചി. ഹലോ കുട്ടി, ഞാനേ ഇത് രവിവർമ്മൻ സാറിന് കൊടുക്കാൻ കൊണ്ടുവന്ന അത് കൊടുത്തിട്ടേ പോവും, എന്ത് സംഭവിച്ചാലും. മനസ്സിലായോ? സാർ എവിടെ ഇരിക്കുന്നത് അത് പറ, ഞാൻ നേരിട്ട് ചെന്നോളാം. ഒരു മിനിറ്റ്, ഞാൻ സാന്ദ്ര മാഡത്തിനെ ഫോൺ ചെയ്ത് വിളിക്കാം. അത് കഴിഞ്ഞിട്ട് രവിവർമ്മൻ സാറിനെ കാണാം. ആയിക്കോട്ടെ, എന്നാ പിന്നെ ആദ്യം അത് ചെയ്യും. ഈ സാന്ദ്ര മാഡത്തിനെ എനിക്ക് നന്നായിട്ട് അറിയാം, ഞങ്ങൾ ഒരേ ഫ്രണ്ട്സാ. അവരൊക്കെ എന്നെ വന്ന് വിളിച്ചോണ്ട് പോകുമ്പോ താൻ ഇവിടെ തന്നെ ഉണ്ടാവണം. അപ്പൊ തന്നെ നമ്മുടെ സ്റ്റാഫിന്റെ സേഫ്റ്റി ഉറപ്പാക്കേണ്ടത് എന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെയും ബാഗ്സ്, പേഴ്സ്, വാലറ്റ്സ്, എസ്പെഷ്യലി മൊബൈൽ ഫോൺസ്, ഇവയെല്ലാം സുരക്ഷിതമായി വെക്കണം. ബി വെരി കെയർഫുൾ. ഓക്കെ? എന്താ വേണം? എന്തു പറ്റി? കാര്യമുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ പുതിയ ബ്യൂട്ടി സോപ്പ് ലോഞ്ചിങ് ഡേ ഓർമ്മയുണ്ടല്ലോ? അന്ന് സംഭവിച്ചതുപോലെ ചില വലിയ പാർട്ടികളിൽ ചിലർ ആരും ശ്രദ്ധിക്കില്ല എന്ന് കരുതി ചില തരികിട പരിപാടികൾ കാണിക്കാറുണ്ട് അല്ലേ ശ്രീലക്ഷ്മി? സാർ, അകത്തേക്ക് വരട്ടെ? യെസ്, കം ഇൻ. ഇത് കൊള്ളാലോ. ഇതാര്? സുഖമാണല്ലോ അല്ലേ? നമസ്കാരം. വീട്ടിലെ പോലെ തന്നെ ഇവിടെയും ജോലിക്കള്ളിയാണല്ലേ? പാവാ, ഇടയ്ക്ക് അടുക്കളയെ സഹായിക്കാറൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ കുട്ടികളല്ലേ, കഴിക്കാനേ അറിയൂ, കറി വെക്കാൻ അറിയില്ല. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ശ്രീലക്ഷ്മി കാണാൻ വന്നാണോ അതോ? അവളെ കാണണമെങ്കിൽ വീട്ടിൽ വെച്ച് കാണാലോ. ഞാൻ വന്നതേ സാറിനെ കാണാനാ, നേരിട്ട് സംസാരിക്കാൻ. എന്നെ? അത് കൊള്ളാലോ. എന്തെങ്കിലും സഹായം? അത് എങ്ങനെ പറയണോന്നറിയില്ല.
അപ്പൊ രാജാവേ? നോ, രാജാറാം. ആ രാജാറാം രാജാവ് സാറ് മറക്കാതെ വരണം. അടിപൊളി ഭക്ഷണം തരും ഞങ്ങള്. ആ പിന്നെ സാറേ, ശ്രീയെ ഇപ്പൊ തന്നെ ഞാൻ കൂടെ കൊണ്ടുപോവാ. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇന്നത്തെ ഹാജരൊക്കെ എടുത്തില്ലേ? അമ്മേ, നീ മിണ്ടാതിരിക്കെ. അടുക്കള ജോലി മുഴുവൻ ഒറ്റയ്ക്ക് എടുക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടാ. ഇവര് വരുമ്പോ ഭക്ഷണം തയ്യാറാക്കേണ്ടേ നമുക്ക്? അമ്മ അങ്ങനെ ഇവിടുന്ന് വരാൻ പാടില്ല. ശ്രീലക്ഷ്മി, സാരമില്ല, പോയിക്കോളൂ. ഒരുപാട് സന്തോഷം സാറേ. ആ സമയത്തിനങ്ങ് എത്തിക്കോണം. ഞങ്ങള് പോവാ. ഇതിന് നിങ്ങളുടെ നാട്ടിൽ വല്ല ചൊല്ലുണ്ടോ മിസ്റ്റർ രാം രാജ് രാജാറാം? ഇല്ല സാർ, ഇതിനൊന്നും നമ്മുടെ നാട്ടിൽ ഒരു ചൊല്ലുമില്ല. നമ്മൾ തോറ്റേ, എന്നെ വിട്ടേക്ക്.